ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ലേണിങ്ങിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ വന്നു. മിസ്സിന് വർക്ക് ഫ്രം ഹോം ഉള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മിസ്സ് വരുന്നില്ല. നമുക്ക് വീണ്ടും ഓൺലൈൻ മോഡിൽ തന്നെ ക്ലാസ് തുടരാം. നിങ്ങളാരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാതെ തന്നെ നിരാശപ്പെടുത്തിയിട്ടോ. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാത്തത് എന്താ? നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇപ്പം ഇന്നോ നാളത്തോടെ കഴിയും. പിന്നെ ഈ സബ്ജക്റ്റ് വളരെ സിമ്പിളാണെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്തിരി നിങ്ങളെ നോളജ് ഉണ്ടോ എന്നർത്ഥത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെക്കാട്ടി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. ടെൻഷൻ അടിക്കണ്ടെങ്കിലും ഇനിയിപ്പം ജനുവരി ആയില്ലേ, മാർച്ചിൽ എന്തായാലും പരീക്ഷ നടക്കുമല്ലോ. അപ്പോഴത്തേനൊക്കെ എത്തട്ടെ. എൻ്റെ പ്രൊജക്റ്റിനെ ഉള്ള കുട്ടികളെ ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ലേണിങ് എന്താണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ലേണിങ്? അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ എല്ലാവരും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തിനാണ് ലേണിംഗ് എന്ന് പറയണത്? നമ്മൾ സാധാരണ ലേണിംഗ് ടേം നമ്മൾ വളരെ പല കോണ്ടെക്സ്റ്റിൽ വി ആർ യൂസിങ് ദി ടേം ലേണിംഗ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, പഠിക്കാനൊരു സമയമില്ല. ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് എപ്പോഴാണെങ്കിലും സംഭവിക്കാം. ഇതൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ലേണിങ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് ലേണിങ്. നിങ്ങളുടെ ലേണിങ് ആറ്റിറ്റ്യൂഡ് എന്താ? നിങ്ങളുടെ ലേണിങ് സ്റ്റൈൽ എന്താ? നിങ്ങൾ ലേൺ ചെയ്യാൻ വില്ലിങ് ആണോ? ഇത്രയധികം ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കണം ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. ഓക്കെ, നമുക്ക് ഞാൻ ഇപ്പോൾ ഇത്ര 35 വയസ്സായി, ഇനിയിപ്പോൾ ഇനി പഠിക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി പഠിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര കാലം പഠിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള എംപ്ലോയിയാണ് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ അവിടേക്ക് വർക്ക് ചേഞ്ചോ അല്ലെങ്കിൽ കസ്റ്റമറുടെ മൂഡ് ചേഞ്ചോ അല്ലെങ്കിൽ അവർക്കൊന്നും ഈ കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് പോകാൻ വെരി ഡിഫിക്കൽട്ടാണ്. സോ ലേണിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനത്തെ കുറേ ആൾക്കാർ നമുക്ക് അങ്ങനത്തെ ഒരു എംപ്ലോയി ആണ്. അത് ലേൺ ചെയ്യാൻ അയാൾ വില്ലിങ് അല്ല, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മാറാൻ ഫ്ലെക്സിബിൾ അല്ല, ലേൺ ചെയ്യുന്നില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവർ ചേഞ്ചസിനനുസരിച്ച് മാറാൻ പറ്റില്ല. നമുക്കറിയാം, നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്റർ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതായത് 9th ചാപ്റ്റർ ഓർഗനൈസേഷൻ ചേഞ്ചാണ്. അപ്പോൾ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കണം. കസ്റ്റമർ ടേസ്റ്റ്, പ്രിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ, ടെക്നോളജി ചേഞ്ച് വന്നില്ലേ. ഇപ്പോൾ മിസ്സുമാരൻ ഓൺലൈൻ മോഡിലേക്കായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിക്കുന്നത് വേണം. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ എംപ്ലോയി ലേണിംഗ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു HR മാനേജർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അത് മാനേജർക്ക് വളരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്ട്രൈക്കിങ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പേളിമണിയുടെ ഒരു വീഡിയോ, അതായത് പേളിമണിയുടെ അച്ഛൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒരു ആങ്കർ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരണ വരെ എനിക്ക് വന്നപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന വരെ നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സീരിയസ് മാനാന്ന് തോന്നി. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങാൻ വന്നിട്ട് 5 മിനിറ്റ് ആയപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര കൂളായെന്ന് പറഞ്ഞപ്പോൾ ആളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഓഹോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? സോ എനിക്കൊരു മാറ്റം വരേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാറ്റം ചെയ്യാൻ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾക്ക് കൂടെ ഉള്ളതെങ്കിലും ഒരു ഓർഗനൈസേഷൻ കൂടെ വർക്ക് ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും ഒരു സക്സസ് ആവാൻ വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഫ്ലെക്സിബിൾ ആവില്ല, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ മറ്റുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു ക്യാരക്ടറാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വീട്ടിലും ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പാർട്ട്ണർക്കും ഉപകാരം ഉണ്ടാവില്ല, നിങ്ങളുടെ പാരൻ്റ് ആവും നിങ്ങൾ വേസ്റ്റ് ആയിരിക്കും, നിങ്ങൾ അതുപോലെ ഒരു മകൻ, സ്റ്റുഡൻറ്റ്, ഒരു എംപ്ലോയി നൽകിയൊക്കെ നിങ്ങൾ ഡിഫിക്കൽട്ടാവും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. സോ അത്രയും ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുക. അതിന് ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, എന്തുകൊണ്ടും നിങ്ങളുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് ആണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് പെർമനൻറ്റ് ചേഞ്ച്, റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയറിനെയാണ് നമ്മളുടെ പറയണത് ലേണിംഗ് എന്ന് പറയണത്.
അപ്പോൾ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആ മോഡിഫിക്കേഷൻ ഇപ്പോൾ പെർമനൻ്റ് ആവാം അല്ലെങ്കിൽ ലെസ് പെർമനൻ്റ് ആവാം. എങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. പക്ഷെ ആ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ന്യൂ ബിഹേവിയർ അക്വയർ ചെയ്യുന്നതാണ്. പക്ഷേ ആ ബിഹേവിയർ ചേഞ്ച് എന്ന് പറയുന്ന ബിഹേവിയർ ചിലപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രീവിയസ് ബിഹേവിയറിന് അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവുമോ എന്നുള്ളത് ഇറ്റ് ഡസൻ മാറ്റർ. ബട്ട് ലേണിംഗ് മീൻസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. ഓക്കെ. അപ്പോൾ ഡെഫിനേഷനിൽ നിങ്ങൾ 3 ഡെഫിനേഷൻ ഉണ്ട്. മിത്തലിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട് ലേണിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ന്യൂ ബിഹേവിയർ ആർ അക്വേർഡ്. പിന്നെ മുന്നേ ഡെഫിനേഷൻ പറയുന്നത് ലേണിംഗ് ഇസ് ഡിസ്ക്രൈബ് ആസ് ദി പ്രോസസ് ഓഫ് ഹാവിങ് വൺ പീപ്പിൾ മോഡിഫൈ ഓർ മോർ ഓർ ലെസ് പെർമനൻ്റ്ലി ഇൻ ഹിസ് ആക്ഷൻ ഓർ ബൈ വാട്ട് ഹി ഒബ്സർവ്. ദെൻ പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് പ്രയർ എക്സ്പീരിയൻസ് ആണ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഡെഫിനേഷൻ E.R. ഹിൽഗ്രേഡ് ആണ് പറയണത്. അങ്ങനെ ലേണിംഗ് എന്ന് പറയുന്നതിന് ഈ 3 കാര്യങ്ങളാണ് പറയുക. ഇനി ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ നിങ്ങളിൽ 4-5 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞ അദ്ദേഹം ലേണിംഗ് ഇൻവോൾവ് ഈ ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഓവർ പ്രയർ ബിഹേവിയറിന് യാതൊരു മീനിങ്ങും ഇല്ല. മേ ബി ചേഞ്ച് ഗുഡായിരിക്കാം ബാഡായിരിക്കാം ഫ്രം ദി പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഓർഗനൈസേഷനിൽ. ചേഞ്ച് ബിഹേവിയറാണ്. 2 മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ്. ടെമ്പററി ചേഞ്ചിന് നമ്മൾ ഒരിക്കൽ പോലും അല്ലെങ്കിൽ നമ്മൾ ലേണിംഗ് എന്ന് പറയാറില്ല, പെർമനൻറ്റ് ചേഞ്ചിനെയാണ് പറയാറ്. നമ്മൾ ബിഹേവിയർ ലേണിംഗ് നമ്മൾ ബിഹേവിയർ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ഒരു ബിഹേവിയർ ചേഞ്ചാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് പെർമനൻ്റ് ആണ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ബിഹേവിയറാണ്. നമുക്ക് ലേണിംഗ് ചെയ്യാൻ നമ്മൾ എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ലേൺ ചെയ്യാനുള്ള കൂടുതലും കിട്ടുക. ലേണിംഗ് ത്രൂ ഔട്ട് വൺ ലൈഫ് നടക്കും. അങ്ങനെ 5 ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ലേണിങ്ങിൽ പറയണത്. അപ്പോൾ ലേണിംഗ് ഇൻവോൾവ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. ആ ചേഞ്ച് റിലേറ്റീവ്ലി പെർമനൻ്റ് ആണ്. ആ ടെമ്പററി ചേഞ്ചിനും ലേണിംഗ് പറയാറില്ല. ആ ചേഞ്ചസ് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. അതുപോലെ തന്നെ അത് നമ്മൾ ബിഹേവിയർ റിഫ്ലക്റ്റ് ചെയ്യും, ത്രൂ ഔട്ട് ലൈഫിലുണ്ടാവും എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ലേണിംഗ് സംഭവിക്കുന്നത്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ലേണിംഗ് പ്രോസസ്? ദർ ആർ 4 important. We come to the while learning we have go through the 4 important steps. ഫസ്റ്റ് വൺ ഇസ് ഇൻപുട്സ്. അതായത് വിത്തൗട്ട് എ സ്റ്റിമുലസ്. ഇൻപുട്സ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ടില്ലാതെ ഒരിക്കലും ലേണിംഗ് സംഭവിക്കില്ല. ഓക്കെ. ആ ഒരു സ്റ്റിമുലസ് ഉണ്ടായിരിക്കണം. അതായത് ലേണർക്ക് അത് സ്റ്റിമുലി ക്ലിയർ ആയി കഴിഞ്ഞാൽ ലേണിംഗ് സംഭവിക്കും. ഞാൻ എന്തിനാണ് ലേൺ ചെയ്യണത് അല്ലെങ്കിൽ എന്താ ഞാൻ ലേൺ ചെയ്തില്ലെങ്കിലും അങ്ങനെ ആ സ്റ്റിമുലസ് മനസ്സിലാവണം. അത് ഇൻപുട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയില്ലേ. ഉറക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ ഇൻപുട്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതായത് എന്താ പറയുക, അതിന് റെസ്പോൺസ് ഉണ്ടായിരിക്കണം. ആ സ്റ്റിമുലിക്ക് ഒരു ഔട്ട്കം ഉണ്ടില്ലെങ്കിൽ ലേണിംഗ് നടക്കില്ല. ഓക്കെ. ലേൺ ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ടും വേണം, അതിനനുസരിച്ചുള്ള അതിന് റിഫ്ലക്ഷൻസും വേണം, അതിന് ഔട്ട്പുട്ടും വേണം, അതിന് റെസ്പോൺസ് വേണം. ദെൻ മോട്ടിവേഷൻ. ഒരു വ്യക്തി മോട്ടിവേഷൻ ഇല്ല, ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല, അയാൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ല ലേൺ ചെയ്യാൻ, നിങ്ങൾക്ക് ലേൺ ചെയ്യില്ല. അയാൾക്ക് മോട്ടിവേഷൻ ലേൺ ചെയ്തുകൊണ്ട് അയാൾ കിട്ടുന്ന ഗോളിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാൾ ലേൺ ചെയ്താൽ അല്ലെങ്കിൽ ലേണിങ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അയാൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ലേണിംഗ് നടക്കും. ലേണിംഗ് നടക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് മസ്റ്റാണ്, ലേണിംഗ് നടക്കണമെങ്കിൽ ഇൻപുട്ട് മസ്റ്റാണ്, ലേണിംഗ് ഒരു റെസ്പോൺസ് മസ്റ്റാണ്. അതേപോലെ നമുക്കറിയാം റീ എൻഫോഴ്സ്മെൻറ്റ് ആവശ്യമാണ്. നമുക്ക് ലേണിംഗ് എന്ന് പറയുന്നത് റിവാർഡാണ്. അതായത് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് തിയറീസിൽ പറയുന്നുണ്ട്. നമ്മൾ ലൈക്ലി അതായത് ഒരു ആക്ടിവിറ്റി പെർഫോം വീണ്ടും ചെയ്യണമെങ്കിൽ ഹി ഹാവ് ടു ഗെറ്റ് സം റിവാർഡ്സ് ടു ഹിസ് ആക്ഷൻസ്. അപ്പോൾ റിവാർഡ് കിട്ടിയാൽ അപ്പോൾ റിവാർഡ് ഉണ്ടാവും, മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓരോരോ സ്റ്റെപ്പാണ്, 1 by 1 സ്റ്റെപ്പ്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് റെസ്പോൺസ്, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് 4 ഫാക്ടേഴ്സാണ് നമ്മളെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 2 കാര്യങ്ങളാണ്. മീനിങ് ഓഫ് ലേണിങ്ങും ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടീഷൻ ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ. താങ്ക് യു.